കുറെ മുമ്പ് ലൈവില് ഗബ്രീനെയും ജിൻഡോനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രി ജിൻഡോനെയും ജിൻഡോ തിരിച്ചും വീട്ടിലിരിക്കുന്ന അമ്മമാരെ പറഞ്ഞ ഒരു തള്ളക്കിവിളി ലെവലിലേക്ക് ഇവരുടെ ഒരു തർക്കം നീങ്ങിയിരുന്നു. ഗബ്രിയാണ് ആദ്യം ആ ഒരു അമ്മയ്ക്ക് വിളി തുടങ്ങിയത്. പിന്നീട് ജിൻഡോ തിരിച്ചും വിളിക്കുകയായിരുന്നു. ഫാമിലി നിങ്ങളുടെ തർക്കത്തിലേക്ക് വലിച്ചിടരുത് എന്നാണ് ബിഗ് ബോസ് രണ്ടുപേരോടുമായിട്ട് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് പറഞ്ഞത്. രണ്ടുപേരോടും ഒരു എക്സ്പ്ലനേഷനും ചോദിച്ചില്ല. ഇതൊരു താക്കീതാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോ ആണെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും കാണുന്ന ഒരു ഷോ ആണെന്ന് ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു ഇവരെ. ഇതിനെ ഞാൻ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് പറയാം. ജാസ്മിനുമായിട്ട് ജിൻഡോ ഒരു തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ ജാസ്മിൻ നിന്ന് സംസാരിച്ചോളൂ. ജാസ്മിന്റെ വായിൽ നാക്കാണ് കിടക്കുന്നത്. അവിടെ ഗബ്രിയുടെ ഒരാവശ്യവുമില്ല. ഗബ്രിക്ക് അതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ ഗബ്രിക്ക് സംസാരിക്കാം. പക്ഷെ ജാസ്മിന്റെ ഹസ്ബൻഡ് വിളിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനുള്ള അധികാരം ഗബ്രിക്ക് ഇല്ല. ഗബ്രി ഈ ആഴ്ചയിൽ ആളുടെ പേര് പേരിലാണുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഗബ്രിയാണ് ഈ ഒരു തർക്കത്തെ എസ്കലേറ്റ് ചെയ്ത് ഫാമിലിനെയൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചത്. പിന്നെ ഈ ഒരു സംഭവം ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടുമില്ല. അത് മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഇനി ഇവരുടെ ഗെയിം അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കോംബോ കളിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ജാസ്മിനും ഗബ്രിക്കും മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റസ്മിന്റെയും അർജുന്റെയും ഒക്കെ കൂട്ടുപിടിച്ച് ജിൻഡോടെ മണ്ടയ്ക്ക് കയറുന്നത്. പക്ഷെ ഈ രണ്ട് വിവരം കെട്ടവര് മനസ്സിലാക്കുന്നില്ല പ്രേക്ഷകരുടെ പൾസ് എന്താണ് എന്ന്. ഇപ്പോഴും ഒരാളെ ഗ്യാങ് ആയിട്ട് ചേർന്ന് ആക്രമിച്ചവരാരും ജയിച്ച ചരിത്രമില്ല. അവർക്ക് നെഗറ്റീവായി അവർ പുറത്തായിട്ടേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്നവരെ ജയിച്ചിട്ടുള്ളൂ ബിഗ് ബോസ് മലയാളം. ജിൻഡോ ആ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ജിൻഡോയ്ക്ക് PR ആയിട്ട് 4 പേരാണ് നിൽക്കുന്നത്. ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, അർജുൻ.